ഇലക്ഷൻ അടുത്തു വരുന്നതോടെ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ശ്രദ്ധ നേടുന്ന ഒരാളാണ് ബി സംസ്ഥാന അധ്യക്ഷൻ ശ്രീമാൻ രാജീവ് ചന്ദ്രശേഖർ. ഇന്നലെ ഉത്തർപ്രദേശിലെ യോഗി പറഞ്ഞുവിട്ട ചില സന്യാസിമാർ ഇദ്ദേഹത്തെ കാണാനെത്തിയിരുന്നു. അതിലൊരെണ്ണം അഖോരി ആണെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും രാജീവ്ജി ഒട്ടും മടികൂടാതെ തന്നെ യോഗി പറഞ്ഞുവിട്ട ഈ സന്യാസിമാരെ സ്വീകരിക്കുകയും ചെയ്തു. നേമത്തെ NDA സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖറിൻ്റെ അടുത്തേക്ക് കാറിൽ എത്തുകയായിരുന്നു ഒരു അഖോരിയും മറ്റ് രണ്ട് സന്യാസിമാരും. അഘോരി രാജീവ് ചന്ദ്രശേഖറിൻ്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുകയും ചെയ്തു. കാശിയിൽ വളരെ കഠിനമായ തപസ്സിലായിരുന്നുവെന്നും കേരളത്തിലെ BJP സ്ഥാനാർത്ഥികളെ ആശീർവദിക്കാൻ യോഗി ആദിത്യനാഥ് പറഞ്ഞു വിട്ടു എന്നുമായിരുന്നു സന്യാസിമാരുടെ മറുപടി. ഞങ്ങൾ ഒപ്പം നടക്കാമെന്ന് ഈ സന്യാസിമാർ പറഞ്ഞെങ്കിലും പെട്ടെന്ന് തോന്നിയ ബുദ്ധി കൊണ്ടാകണം അതൊന്നും വേണ്ടെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. അടുത്ത കാലത്ത് ആദ്യമായി രാജീവ് ചന്ദ്രശേഖർ നടത്തിയ ബുദ്ധിപരമായ ഒരു നീക്കമായിരുന്നു അത്. അതേപോലെ തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ രാജീവ് ചന്ദ്രശേഖർ കോടിക്കണക്കിന് രൂപയുടെ ആസ്തികൾ മറച്ചുവെച്ചതായും പരാതിയുണ്ട്. കോൺഗ്രസ്സാണ് തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് പരാതി നൽകിയത്. ബംഗളൂരുവിലെ 200 കോടി രൂപയുടെ ബംഗ്ലാവ് മറച്ചുവെച്ചതായാണ് പരാതി. കോറമംഗല തേർഡ് ബ്ലോക്കിലുള്ള 49,000 അടി വിസ്തീർണമുള്ള ഒരു പടുകൂറ്റൻ ബംഗ്ലാവ് സത്യവാങ്മൂലത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നാണ് പരാതി. നികുതി രേഖകളെല്ലാം പങ്കുവച്ചുകൊണ്ടാണ് കോൺഗ്രസ് ഈ പരാതി നൽകിയിരിക്കുന്നത്. രാജ്യത്തെ ഏറ്റവും വില കൂടിയ പ്രദേശത്താണ് ഈ കെട്ടിടം സ്ഥിതി ചെയ്യുന്നത്. അവിടെ ഭൂമിയുടെ വില ചതുരശ്ര അടിക്ക് 35,000 മുതൽ 50,000 രൂപ വരെയാണെന്നും കോൺഗ്രസ് എക്സ് പോസ്റ്റിലൂടെ പറയുന്നു. നേമത്ത് നൽകിയ സത്യവാങ്മൂലത്തിൽ ഈ ആഡംബര വീട് ഇല്ല എന്നും എന്നാൽ 2024 മത്സര സമയത്ത് നൽകിയ സത്യവാങ്മൂലത്തിൽ ഇത് ഉണ്ട് എന്നും കോൺഗ്രസ് ആരോപിക്കുന്നു. രാജീവ് ചന്ദ്രശേഖർ ഒരു സ്ഥിരം കുറ്റവാളിയാണ്. കോടീശ്വരനായ ബിസിനസ്സുകാരനാണെങ്കിലും സ്വന്തമായി വീടോ കാറോ ഇല്ലെന്നാണ് അദ്ദേഹത്തിൻ്റെ സത്യവാങ്മൂലത്തിൽ പറയുന്നത്. ജനപ്രാതിനിധ്യ നിയമപ്രകാരം രാജീവ് ചന്ദ്രശേഖരനെ അയോഗ്യനാക്കണമെന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. അതേപോലെ ഗുരുവായൂരിൽ ഹിന്ദു MLA വേണമെന്ന പരാമർശത്തിൽ NDA സ്ഥാനാർത്ഥി B ഗോപാലകൃഷ്ണനെ ന്യായീകരിച്ചുകൊണ്ടും രാജീവ് ചന്ദ്രശേഖർ രംഗത്ത് വന്നിരുന്നു. അദ്ദേഹം പറഞ്ഞത് വത്തിക്കാനിൽ മറ്റൊരു മതസ്ഥന് ജനപ്രതിനിധിയാകാൻ കഴിയുമോ, അല്ലെങ്കിൽ മക്കയിൽ ഒരു ഹിന്ദുവിന് ജനപ്രതിനിധിയാകാൻ കഴിയുമോ എന്നൊക്കെയാണ്. രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ കേരളത്തിലെ തലവൻ ഇത്രയ്ക്ക് ബോധമില്ലാതെ സംസാരിക്കരുത്. മക്ക എന്ന് പറയുന്നത് സൗദി അറേബ്യയിലെ ഒരു സ്ഥലമാണ്. സൗദി അറേബ്യ എന്നാൽ ഇസ്ലാമിക രാഷ്ട്രമാണ്. അവിടെ ആ രാജ്യത്തിൻ്റെ നീതി നിയമമാണ് നടപ്പിലാക്കുന്നത്. അവിടെ ജനാധിപത്യമില്ല, രാജഭരണമാണ്. ഇന്ത്യ എന്നതൊരു മതേതര രാജ്യമാണ്. ഇന്ത്യയുടെ ഭരണഘടന അനുസരിച്ചാണ് ഇവിടുത്തെ നീതി നിയമം നടപ്പിലാക്കുന്നത്. സൗദിയിൽ മതമാണ് പ്രധാനം. അതുകൊണ്ട് ഇന്ത്യൻ ഭരണഘടന എന്താണെന്ന് അറിയുന്നവരാരും രാജീവ് സാറിനെ പോലെ ഈ പൊട്ടത്തരം വിളിച്ചു പറയില്ല. എന്നാൽ രാജീവ് സാർ ഇത് UP യിൽ പോയി പറഞ്ഞെങ്കിൽ ചിലപ്പോൾ കയ്യടി കിട്ടിയേനെ. കേരളത്തിലെ ചെറിയ മക്ക എന്നറിയപ്പെടുന്നൊരു സ്ഥലമുണ്ട്, നമ്മുടെ പൊന്നാനി. ആ മണ്ഡലത്തിൽ കഴിഞ്ഞ 2 വട്ടവും ഹിന്ദുക്കളായിരുന്നു MLA മാർ. നേരത്തെയും അവിടെ ഹിന്ദു MLA മാർ ഉണ്ടായിട്ടുണ്ട്. അവരുള്ളവർക്കൊന്നും അതിലൊരു പ്രശ്നവുമില്ല. ഇത് രാഷ്ട്രീയപരമായ ഇലക്ഷനാണ്. ഗോപാലകൃഷ്ണനും രാജീവും പറയുന്നത് പോലെ മതം നോക്കി ആളെ ജയിപ്പിക്കാൻ ഇത് അമ്പല കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പല്ല. സത്യത്തിൽ ഈ രാജീവ് ചന്ദ്രശേഖരനെ BJPയുടെ വേദിയിൽ ആദ്യമായി കണ്ടപ്പോൾ പലരും ഒന്ന് ഞെട്ടിക്കാണും. ഗംഭീരമായ ഡ്രസ്സിങ്, നല്ല ലുക്ക്, കണ്ടാൽ ഒരു ഹൈ ക്ലാസ് പൊളിറ്റീഷ്യനെ പോലെ തോന്നും. എന്നാൽ സംസാരിച്ചു തുടങ്ങിയപ്പോൾ എല്ലാവർക്കും കാര്യം മനസ്സിലായി. BJPക്ക് പറ്റിയ അധ്യക്ഷൻ തന്നെയാണ്. ഈയിടെ നടന്ന മറ്റൊരു വിവാദത്തിൽ ഈ BJP സംസ്ഥാന അധ്യക്ഷൻ മരുമകനും അമ്മായിയപ്പനും എന്നൊക്കെ പറഞ്ഞ് പിണറായി വിജയനെയും മുഹമ്മദ് റിയാസിനെയും കളിയാക്കുന്നതും കണ്ടു. ആളുകൾക്ക് പഴയ BPLലെ അമ്മായിയപ്പനെയും അയാളുടെ മരുമകനെയും ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട് എന്നത് രാജീവ് സാർ മറന്നുപോയതാകും. രാജീവ് ചന്ദ്രശേഖർ 1994 BPLൽ മരുമകൻ എന്ന പേരിൽ ജോലി ചെയ്യുമ്പോൾ സഖാവ് മുഹമ്മദ് റിയാസ് SFIയുടെ യൂണിറ്റ് സെക്രട്ടറി ആയിരുന്നു. അതുകൊണ്ട് രാജീവ്ജി ഒരു കാര്യം മനസ്സിലാക്കണം. ആകാരം കൊണ്ട് ഭീമനായാലും രാഷ്ട്രീയത്തിൽ താങ്കൾ വെറും ഇത്തിരി കുഞ്ഞനാണ്.